സ്വതസിദ്ധമായ അധ്യാപന ശൈലി കൊണ്ട് വിദ്യാർത്ഥികളുടെ മനം കവർന്ന അധ്യാപകൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സജോ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വെൽക്കം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രിയിലെ തന്നെ വളരെ സീനിയർ മോസ്റ്റ് പ്രൊഫസേഴ്സിൽ ഒരാളാണ് ശ്രീ സജു സാർ. സാറിനെ നമ്മൾ എപ്പോൾ കണ്ടാലും സാർ വളരെ പ്ലസന്റ് ആയിട്ട് വളരെ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ആയിരിക്കും ഉള്ളത്. അതുപോലെ തന്നെയാണ് സാറിന്റെ ക്ലാസ്സുകളും. സാറ് ക്ലാസ്സിലാണെങ്കിലും വളരെ പ്ലസന്റ് ആയിട്ട് വളരെ അപ്രോച്ചബിൾ ആയിട്ടാണ് ഉള്ളത്. കുട്ടികൾക്ക് ഡൗട്ട്സ് ചോദിക്കാനാണെങ്കിലും എന്ത് സംശയങ്ങൾക്കാണെങ്കിലും സാർ വളരെ അപ്രോച്ചബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചായാലും ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചാണെങ്കിലും അതിന് വേണ്ട നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗൈഡൻസുകളും സാർ വളരെ കൃത്യമായിട്ട് തന്നെ നൽകാറുണ്ട്. അതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. ബ്രില്യന്റിലെ കെമിസ്ട്രി പ്രൊഫസേഴ്സിൽ വൺ മോസ്റ്റ് സീനിയർ പ്രൊഫസറാണ് സജോ സാർ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കെമിസ്ട്രിയിലെ പുതിയ ഫാക്കൽറ്റീസിനൊക്കെ വളരെയധികം ഇൻസ്പിറേഷൻ ആകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് സജോ സാർ. കാരണം സ്റ്റുഡൻസിന് സാർ ഡീൽ ചെയ്യുന്നത് വളരെ പ്ലസന്റ് ആയിട്ട് വളരെ സ്മൈലോട് കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാം ഒരു കാമായിട്ട് പറഞ്ഞു തരുന്ന ഒരു പ്രൊഫസർ. അതാണ് സജോ സാറിനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം വരിക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും സാറിൻ്റെ അടുത്ത് പോയിട്ട് ക്ലിയർ ചെയ്യാം. സാർ അത് വളരെ കാമായിട്ട് നമുക്ക് അതിന് ആൻസർ പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് റഷ് ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പം വളരെ പ്ലസന്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാനും അതുപോലെ എന്തുണ്ടെങ്കിലും നമുക്ക് തുറന്ന് ചോദിക്കാനും പറ്റുന്ന ഒരു സീനിയർ ഫാക്കൽറ്റിയാണ്. അപ്പം കുട്ടികൾക്കാണെങ്കിലും സാറിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് വളരെ ഫ്രണ്ട്ലി ആണ്. കാരണം സാർ ഒരു ചിരിയോട് കൂടിയാണ് അവരെ വെൽക്കം ചെയ്യുന്നത്. അപ്പം അത്രയും നല്ലൊരു പ്രൊഫസറിനെ കിട്ടുക എന്നുള്ളത് എല്ലാ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്കാണെങ്കിലും സാറിനെ പോലെയുള്ളൊരു സീനിയറിനെ ഞങ്ങളുടെ ഗൈഡായിട്ട് കിട്ടുന്നതിലും ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്നതിലും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ആക്ച്വലി സജോ സാർ നല്ല ഫ്രണ്ട്ലി ആണ്. ഹി ഈസ് വെരി ഗുഡ്. നല്ലൊരു പ്രൊഫസർ കൂടിയാണ്. നമുക്ക് നല്ലപോലെ തന്നെ ബേസ് തൊട്ട് തന്നെ എല്ലാ കോൺസെപ്റ്റ്സും പറഞ്ഞു തന്നെ നമ്മൾക്ക് ക്ലിയർ ചെയ്ത ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ തന്നെ ക്ലിയർ ചെയ്ത് തരും. ഹി ഈസ് വെരി ഗുഡ് ടീച്ചർ. ടീച്ചിങ് പറഞ്ഞ ഒരു പ്രൊഫഷനോട് നല്ലൊരു നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് സാർ പഠിപ്പിക്കുന്നത്. സോ എനിക്ക് സജോ സാറിന്റെ ക്ലാസ്സസ് ഭയങ്കര ഇഷ്ടമാണ്. ഹായ്, ഞാൻ നജ. ഞങ്ങൾക്ക് സജോ സാറ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. സാറ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഓരോ ടോപ്പിക്സും എടുത്തെടുത്ത് പോകുന്നത്. മെല്ലെ, അതായത് വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണെങ്കിലും അത് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. കുട്ടിക്ക് എങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് സജോ സാറെ ഭയങ്കര ഇഷ്ടമാണ്. സാറിന്റെ വേ ഓഫ് ടീച്ചിങ് അമേസിംഗ് ആണ്. സാർ ഇവിടെ എത്തിച്ചേർന്നിട്ട് കുറേ വർഷങ്ങളായല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ടീച്ചറെ, ഞാൻ MSc പഠിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ കോളേജുകളിലൂടെയാണ് ഈ അധ്യാപനം ആരംഭിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു അധ്യാപനം തുടങ്ങുന്നത് സെൻറ്റ് ജോർജസ് കോളേജ് അരുവിത്രയിലാണ്. അപ്പോൾ ഞാൻ സെൻറ്റ് ജോർജസ് കോളേജ് അരുവിത്രയിൽ ഞാൻ MSc കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അവിടെ ഒരു അധ്യാപകനായിട്ട് കയറി. പക്ഷേ അത് അധികം കാലം ഉണ്ടായിരുന്നില്ല. ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി പോസ്റ്റിലായിരുന്നു. അവിടെ ഞാൻ ഒരു വർഷം അടുത്ത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കഴിഞ്ഞ് ഞാൻ നേരെ സെൻറ്റ് തോമസ് കോളേജ് പാലായിലേക്ക് വന്നു. അപ്പോൾ അവിടെ നമ്മളൊരു വർഷത്തിന് മേളിൽ നമ്മളവിടെ ഗസ്റ്റായിട്ട് തന്നെയാണ് അവിടെയും വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് ആ ഒരു ഗസ്റ്റ് പോസ്റ്റ് അവസാനിക്കുന്ന സമയത്ത് സെൻറ്റ് തോമസ് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആയിരുന്ന നമ്മുടെ ബിനോയ് സാറുണ്ടായിരുന്നു. ബിനോയ് സാറ് എന്നെ ബ്രില്യൻറ്റിൽ പരിചയപ്പെടുത്തുകയും ഞാൻ പിന്നീട് ബ്രില്യൻറ്റിൽ ആദ്യമായിട്ട് വന്ന് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുകയും ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് സ്റ്റീഫൻ സാറിനെയാണ്. സ്റ്റീഫൻ സാറിനെ ഞാൻ പരിചയപ്പെട്ടു. സ്റ്റീഫൻ സാർ എന്നോട് ക്ലാസ് എടുക്കാൻ എനിക്കൊരു അനുവാദം തന്നു. പിന്നെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ ക്ലാസ് എടുത്തു. വന്ന ദിവസം തന്നെ ക്ലാസ് എടുക്കാൻ ഒരു അവസരം കിട്ടി. ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 2 ദിവസത്തിനുള്ളിൽ സ്റ്റീഫൻ സാറിനെ ഞാൻ അന്ന് തന്നെ പോയി ക്ലാസ് കഴിഞ്ഞ് കാണുമ്പം സ്റ്റീഫൻ സാർ എന്നോട് പറഞ്ഞത് ഞങ്ങൾ അറിയിച്ചേക്കാമെന്നാണ് പറഞ്ഞതെങ്കിലും 2 ദിവസത്തിന് കഴിഞ്ഞ് എന്നെ ഇവിടുന്ന് വിളിക്കുകയും ഇവിടെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടെന്ന് പറയുകയും ഞാനിവിടെ വന്ന് പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട ഒരു ഏകദേശം ഒരു 10 വർഷത്തോളം അടുത്തായിട്ടുണ്ട് സാർ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. സാറേ, നമ്മളിപ്പം സാർ ഓൾറെഡി പറഞ്ഞല്ലോ കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോഴും കോളേജിൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഒരു ഡിഫറൻസ് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് ഭയങ്കരമായ ഡിഫറൻസ് ആണ്. അതൊരിക്കലും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ഒരു മെൻറ്റാലിറ്റി അല്ല ബ്രില്യൻറ്റിലെ കുട്ടികളുടെ മെൻറ്റാലിറ്റി. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറയുന്നത് നമുക്ക് കോളേജിലുമായിട്ട് അല്ലെങ്കിൽ അവിടെ നടത്തുന്ന ഒരു അധ്യാപന രീതിയായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. നമുക്ക് അവരോടൊപ്പം ഓടുക എന്ന് പറയുന്നത് കോളേജിനേക്കാളും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ടതായിട്ട് വരും.
കോളേജിൽ നമുക്ക് ഇത്ര റിസ്ക് ഇല്ല, ക്ലാസ് എടുക്കാൻ നമുക്ക് ഇത്ര റിസ്ക് ഇല്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അത് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് കോളേജിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ കുട്ടികളുമായിട്ട് നമുക്ക് പേഴ്സണലി നല്ലൊരു ഇൻട്രാക്ഷൻസ് വരും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഏറ്റവും ടോപ്പായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ട്. കാരണം നമുക്ക് കുറച്ചും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇവരുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് രണ്ടിടത്തും രണ്ട് രീതിയിലാണ് ഫീൽ ചെയ്യുക. അവിടെ കുറച്ചും കൂടെ നമുക്ക് സ്മൂത്തായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ നല്ല കുട്ടികളായതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, അതായത് നമ്മുടെ ബ്രില്യൻറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആ രീതിയിൽ നിൽക്കുന്നു. അപ്പം നമ്മളും ആ രീതിക്ക് തന്നെയാണ് പ്രിപ്പറേഷൻസ് എല്ലാം നടത്തുന്നത്. അപ്പോൾ സാറേ, ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സാറ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കെമിസ്ട്രിയിൽ ഇനോർഗാനിക്കും ഓർഗാനിക്കും അതേപോലെ തന്നെ ഫിസിക്കലും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ശരിക്കും സാധാരണ എല്ലാവരും ഒരു ടോപ്പിക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ടോപ്പിക്സിലും ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് സാറ് അത് ഇഷ്ടപ്പെട്ട് എടുക്കുന്നതാണോ? സാർ എങ്ങനെയാണ് ആ ഒരു ക്ലാസ്സസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ശരിക്കും? ടീച്ചറെ, ഞാനിപ്പോൾ എല്ലാ ടോപ്പിക്കും എടുക്കുമെന്ന് പറയുന്നില്ല, എന്നാലും കുറേയധികം ടോപ്പിക്കുകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ഓർഗാനിക്കിലാണെങ്കിലും വളരെ അധികം ഒന്നും എടുക്കാറില്ല, കുറച്ചൊക്കെ എടുക്കാറുള്ളൂ. പക്ഷേ എനിക്ക് ഇനി എല്ലാ ടോപ്പിക്കും എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ആ കൂടെ ഒരൊറ്റ ചാപ്റ്ററുമാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ ഒരു ചാപ്റ്ററിൽ തുടങ്ങിയതാണ്. പിന്നീട് നമ്മൾ വർഷങ്ങൾ പോകും തോറും നമ്മൾ ഓരോരോ ചാപ്റ്റർ ആഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് കുറേയധികം ചാപ്റ്ററുകൾ എടുക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം ചാപ്റ്റർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററിലെ ഓരോ ചെറിയ പോയിന്റ്സ് നമ്മൾ തോന്നുന്നതാണെങ്കിൽ പോലും അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറ് ടെക്സ്റ്റുകളൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെയായിരിക്കും അല്ലെ ക്ലാസ്സസ് ഒക്കെ പോകുന്നത്? ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. കാരണം നമ്മുടെ ഒരു നീറ്റിൻ്റെ അല്ലെങ്കിൽ JEE സിലബസിൽ മെയിനായിട്ട് അവർ പറയുന്നത് NCERT പഠിക്കാനാണ്. അപ്പോൾ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് NCERT ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ പല ഗൈഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ പരമാവധി ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്താണെങ്കിലും പരമാവധി ക്വസ്റ്റ്യൻസ് ക്ലാസ് ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും തിയറിയോടൊപ്പം ഓരോ തിയറിയായിട്ട് കണക്ട് ചെയ്യുന്ന പരമാവധി പ്രോബ്ലംസ്. കാരണം എൻട്രൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ തിയറി മാത്രം പഠിച്ചാൽ നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് തോന്നില്ല. എൻട്രൻസിൽ നല്ലൊരു റാങ്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആ പഠിച്ച തിയറി ക്വസ്റ്റ്യൻ ആകുമ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നങ്ങോട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പഠിച്ച തിയറികൾ അവനവന് സ്വന്തമായിട്ട് മനസ്സിലായോ അതല്ലെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു ധാരണ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഏത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിലും ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന മാക്സിമം പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. അതാണ് എൻട്രൻസിൻ്റെ ഒരു രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള സ്കില്ലാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യാറുള്ളതും ക്ലാസ് എടുക്കാറുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു റെസ്പോൺസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ സാറേ, നമ്മളെ ശരിക്കും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു റെസ്പോൺസ് തന്നെയാണ് നമുക്ക് മുന്നോട്ടുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാർ ക്ലാസ് ഒക്കെ എടുത്തിട്ട് അതിനുശേഷം സ്റ്റുഡൻസ് എന്തെങ്കിലും റെസ്പോൺസ് ആയിട്ട് അല്ലെങ്കിൽ സാറിന് മോട്ടിവേഷനായിട്ട് അങ്ങനെ എന്തെങ്കിലും സ്റ്റുഡൻസ് വന്നിട്ടുണ്ടോ? ഞാൻ ഒത്തിരിയേറെ എക്സ്പീരിയൻസുകളുണ്ട്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ കാണാൻ പറ്റിയുള്ളത് നമ്മൾ പല ഹോസ്പിറ്റലുകളിലും ചെല്ലുമ്പോഴാണ്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെല്ലുന്ന പല ഹോസ്പിറ്റലുകളിലും നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പല കുട്ടികളെയും അവിടെ ഒരു വലിയ പോസ്റ്റുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കര വലിയ സന്തോഷമാണ്. ഈ കഴിഞ്ഞ റീസെൻ്റായിട്ട് എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ഞാനിവിടെ നമ്മുടെ റീസെൻ്റായിട്ടുള്ളൊരു നമ്മുടെ പാലായിലെ തന്നെ ഒരു താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാനവിടെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന ഡോക്ടർ എഴുന്നേറ്റ് നിന്നിട്ട് എന്നെ വിളിക്കുകയും അതൊക്കെ എനിക്ക് അത്ര ആൾക്കാരുടെ മുമ്പിൽ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തെ അറിയില്ല, പക്ഷേ അദ്ദേഹം എന്നെ അറിയും. അദ്ദേഹം എന്നോട് പറയുകയാണ്, സാർ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൂടുതൽ പരിഗണനയൊക്കെ തരാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഞാൻ പോയില്ല കേട്ടോ, നമ്മൾ ആ ലൈനിൽ തന്നെ നിന്ന് കണ്ടിന്യൂ ചെയ്തു. എന്നിരുന്നാലും അതെനിക്ക് വളരെ വലിയൊരു ഒരു ഭയങ്കര മോട്ടിവേഷനായിട്ട് തോന്നി. കാരണം അങ്ങനെ ഇത്രയും ആൾക്കാർ അവിടെ ഒരു വലിയൊരു ജനാവലിയുടെ ഇടയ്ക്ക് ഒരാൾ നമ്മളെ തിരിച്ചറിയുക, അത്രയും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ നമ്മളെ തിരിച്ചറിയുക, അതൊക്കെ എനിക്ക് വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ബ്രില്യൻറ്റിൽ വന്നതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഇല്ല, ശരിക്കും ബ്രില്യൻറ്റിലെ അധ്യാപകർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ മുന്നോട്ട് ലൈഫിൽ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടേതായ സ്റ്റുഡൻസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുക, ഡോക്ടേഴ്സായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സാർ, പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇവിടെ ലേണിംഗ് ആപ്പിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ സാറും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുള്ളത്?
ബ്രില്യൻറ്റിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ആ സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആണ്. കാരണം നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഡൗട്ട് ക്ലാസ്സിലുണ്ടായാൽ ആ ക്ലാസ്സിൽ തന്നെ അത് ചോദിക്കാനും ക്ലിയർ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അവിടെ തന്നെയുണ്ട്. ഇനി ഇൻ കേസ് അവിടെ വെച്ച് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്റ്റാഫ് റൂമിൽ വന്നാൽ പഠിപ്പിച്ച സാറുമായിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും ബ്രില്യൻറ്റിലുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ഇനി അവർ ആയിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തന്നിരിക്കുന്ന ഇ ലേണിംഗ് ആപ്പിലൂടെ ആ ക്വസ്റ്റ്യന് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ വലിയ പോസിബിലിറ്റി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വലിയ ടീം തന്നെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇ ലേണിംഗ് ആപ്പിൽ ഫുൾ ടൈം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പറ്റം അധ്യാപകർ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാ അധ്യാപകരും തന്നെ എൻ്റെ അത് സഹകരിക്കാറുണ്ട്. എന്ത് ഡൗട്ട് വന്നാലും പരമാവധി നേരത്തെ അത് കുട്ടികളിലേക്ക് അത് ക്ലിയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സിസ്റ്റം ട്രൈ ചെയ്യാറുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പഠിച്ചു വരുന്ന കുട്ടിയെ സംബന്ധിച്ച്, നന്നായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഡൗട്ടുകൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. കാരണം ഡൗട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അത്തരം ഡൗട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാനുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ബ്രില്യൻറ്റിലുണ്ട്. അത് വേറെ എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ട് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഇ ലേണിംഗ് ആപ്പിനും ആ സിസ്റ്റത്തിനും സാധിക്കുന്നുണ്ട് എന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സാർ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, സാർ ഇപ്പം വന്ന സമയത്തെ ബ്രില്യൻറ്റിനെ പറ്റി സാറിന് അറിയാലോ. ഇപ്പം നമ്മൾ ഈ ഒരു 2024 എത്തി നിൽക്കുമ്പം എന്താണ് ഈ ബ്രില്യൻറ്റിൽ വന്നൊരു ചേഞ്ച് സാറിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒന്ന് നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഭയങ്കരമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അത് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ നമ്പറിലാണെങ്കിലും ഫാക്കൽറ്റിയുടെ നമ്പറിലാണെങ്കിലും ബാക്കി എല്ലാ ഏരിയയിലും നമുക്ക് ഇത്രമാത്രം ഒരു വലിയൊരു വളർച്ച ഈ ഒരു സ്ഥാപനത്തിന് കൈവരിക്കാൻ പറ്റിയെന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനിവിടെ വരുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് ബാച്ചുകൾ എന്നാലും ഇപ്പോൾ ഉള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ബാച്ചുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധ്യാപകരുടെ എണ്ണമാണെങ്കിലും വളരെ ചെറിയ നമ്പർ ഓഫ് ടീച്ചേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നമുക്ക് ധാരാളം അധ്യാപകരായി, സ്റ്റുഡൻസായി, നമ്മുടെ ഫെസിലിറ്റീസായി ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ബ്രില്യൻ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും വളരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു വീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഡയറക്ഷൻ ആയിരിക്കാം. എന്തായാലും അത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസങ്ങളിലും ബ്രില്യൻറ്റ് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അധ്യാപകരുടെ നമ്പറിൽ ഭയങ്കരമായ ഡിഫറൻസ് വരുന്നു. അധ്യാപകർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ പരിഗണനകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ നമ്പർ, നമ്മുടെ ബാച്ചിൻ്റെ നമ്പർ, ബാക്കി സ്റ്റാഫ്, എല്ലാ തരത്തിലും ബ്രില്യൻറ്റ് ഭയങ്കരമായിട്ടുള്ളൊരു വളർച്ചയാണ് ഓരോ ദിവസവും കൈവരിച്ചുകൊണ്ടിരിക്കുക. വർഷം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഓരോ ദിവസവും ഈ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ഡിഫറൻസ് ആണ്. സാറിന് പറയുന്ന വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവും ബ്രില്യൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേതിൽ നിന്നും സാറ് വന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നും വളരെയധികം ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അത് നല്ല ഒരു വിജയം എന്നുള്ള ഇതിലേക്ക് മാത്രമാണ് ഇപ്പോഴും ബ്രില്യൻറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ ഇപ്പോൾ ഇത്രയും ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള സാറുമാർ അല്ലെങ്കിൽ ആ ടീച്ചേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നല്ല സൗഹൃദങ്ങൾ സാറിന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ധാരാളം നല്ല അധ്യാപകരെ എനിക്കിപ്പോൾ ഫ്രണ്ട്സ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റിൽ തന്നെ ഉള്ളവരും അത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പുറത്തുള്ള ആൾക്കാരും ഒത്തിരിയേറെ അധ്യാപകർ ഇപ്പം നല്ല നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്. നമുക്ക് എന്തൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എൻ്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു ഒറ്റ ഫോൺ കോളിൽ തന്നെ അത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് തരാൻ കഴിവുള്ള ഒരു പറ്റം അധ്യാപകരെ നമുക്കിവിടെ ഫ്രണ്ട്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ ഇന്നും കാണുകയാണ്. കാരണം നമുക്ക് ഏതൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ സബ്ജക്റ്റിന് പുറത്തും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റം നല്ല സുഹൃത്തുക്കൾ അധ്യാപകരായിട്ട് എനിക്ക് കിട്ടി എന്നുള്ളത് ബ്രില്യൻറ്റിൽ വന്നതിലൂടെ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. അതെ, ശരിക്കും ഒരു ജോലി എന്നുള്ളതിനപ്പുറം നമ്മുടെ ലൈഫിലേക്ക് തന്നെ കൂട്ടാൻ പറ്റുന്ന ഒരു കുറേ അധികം ആൾക്കാരെ കൂടി ബ്രില്യൻറ്റ് സമ്മാനിച്ചു എന്ന് വേണം പറയാൻ അല്ലേ. അപ്പോൾ സാർ ഇപ്പം പല സെന്ററുകളിൽ നമുക്കിപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സെന്ററുകളുണ്ട്. അപ്പോൾ അവിടെ പലയിടത്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സാറിന് ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതി തോന്നിയിട്ടുണ്ടോ ഇന്ന സെന്ററിലെ കുട്ടികളാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിസ്റ്റമാണ് നല്ലത്, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ബ്രില്യൻറ്റിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബ്രില്യൻറ്റിന് എവിടെയെല്ലാം സെൻറ്റർ ഉണ്ടോ ആ എല്ലാ സെൻറ്ററിലും സെയിം സിസ്റ്റമാണ് ഫോളോ ചെയ്യുക. ഒരിടത്ത് പ്രത്യേകത കൂടുതലുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ പരിഗണന കൂടുതലോ അങ്ങനെ ഒരു സംഭവം ബ്രില്യൻറ്റിലില്ല. ബ്രില്യൻറ്റിന് എവിടെയെല്ലാം സെൻറ്റർ ഉണ്ടോ അവിടെയെല്ലാം ഒരേ സിസ്റ്റമാണ് ഫോളോ ചെയ്യുക, ഒരേ മെറ്റീരിയൽസാണ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി എല്ലാ ഫാക്കൽറ്റീസും എല്ലാ സെൻറ്ററുകളിലൂടെയും എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു സെൻറ്ററിലായിരിക്കുന്ന അധ്യാപകൻ ഒരു പക്ഷേ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം മറ്റൊരു സെൻറ്ററിലേക്ക് ചെല്ലും. അപ്പോൾ അങ്ങനെ എല്ലാ അധ്യാപകരും എല്ലാ സെൻറ്ററുകളിലും എത്തിച്ചേരാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു സെൻറ്ററിൽ മാത്രമായിട്ട് യാതൊരു സ്പെഷ്യാലിറ്റി നമുക്കില്ല. എല്ലാ സെൻറ്ററിലെയും സിസ്റ്റം ഒരേപോലെ തന്നെ വർക്ക് ചെയ്യുന്നത്. അവിടെ ചെല്ലുന്ന അധ്യാപകരാണെങ്കിലും പഠിപ്പിക്കുന്ന രീതികളാണെങ്കിലും
അതിനെ എന്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ രീതികളും ഒരേപോലെ തന്നെയാണ്. അവിടെ സ്റ്റുഡൻസിന് സ്പെഷ്യാലിറ്റി അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളതായിട്ട് ഇല്ല തോന്നിയിട്ടില്ല? ഇല്ല, സ്റ്റുഡൻസിലും അങ്ങനെ യാതൊരു ഡിഫറൻസും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ പാലായിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കാണുന്ന അതേ സ്റ്റുഡൻസ് അതേ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് പോയാലും അല്ലെങ്കിൽ തൃശ്ശൂർ പോയാലും തിരുവനന്തപുരത്ത് പോയാലും എവിടെ ചെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രത്യേക നല്ല കുട്ടികൾ ഒരു സെൻറ്ററിൽ അങ്ങനെ ഒരു വേർതിരിവ് നമുക്കില്ല. നമുക്ക് എല്ലാ സെൻറ്ററുകളിലും നമ്മൾ എല്ലാവരും ഒരേപോലെയാണ് പരിഗണിക്കാറുള്ളത്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ പാലായിൽ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കുന്നു അതേ സെയിം ക്ലാസ് സെയിം എഫക്റ്റീവ്നെസ്സിനോട് കൂടി തന്നെ മറ്റ് സെൻറ്ററുകളിലും ക്ലാസ് എടുക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും ഈ സെൻറ്ററുകൾ തമ്മിൽ നമുക്കില്ല. കാണുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരാം. കാരണം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, പാലാ സെന്ററിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആദ്യം നമ്മുടെ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയി സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ. സാർ അപ്പോൾ ഇങ്ങനെ പല പല സ്ഥലത്ത് പോകുമ്പം എങ്ങനെയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുക എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. സാർ തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടോ? അവിടുത്തെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണ്? അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ഞാൻ ഇവിടുന്ന് ആദ്യ കാലങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്, അതായത് ദൂരേക്കുള്ള സെൻറ്ററുകളിൽ, അതായത് പാല വിട്ട് പാലയുടെ പരിസരങ്ങളിലുള്ള സെൻറ്ററുകൾ വിട്ട് ബാക്കി സെൻറ്ററുകളിലേക്കെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ബ്രില്യൻ്റ് വാഹനങ്ങൾ ഏർപ്പെടുത്തി തരുമായിരുന്നു. അപ്പം ഞാൻ പരമാവധി പോയിട്ടുള്ളത് ബ്രില്യൻറ്റിൻ്റെ വാഹനങ്ങളിൽ തന്നെയാണ് ഞാൻ സെൻറ്ററുകളിലേക്ക് സഞ്ചരിക്കാറുള്ളത്. ഇനി ഇടയ്ക്കൊക്കെ 1-2 പ്രാവശ്യം മാത്രം സ്വന്തം വാഹനത്തിൽ, അത് ഞാൻ സ്വന്തം റിസ്ക് എടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ സെൻറ്ററുകളിലേക്കുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എനിക്ക് ബ്രില്യൻറ്റ് തന്നെ തരികയാണ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മളൊരു സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് താമസിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസ്, നമ്മുടെ ഫുഡിൻ്റെ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബ്രില്യൻറ്റ് വളരെ മുൻകൈ എടുത്ത് തന്നെ നേരത്തെ തന്നെ അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ചെന്ന് എത്തേണ്ട ഒരു താമസം തന്നെ നമുക്ക് ബാക്കി വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ടാകും. അവർ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് തന്നെ എൻ്റെ പേഴ്സണലി എനിക്കതെല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഒരു സെൻറ്ററുകളിൽ പോലും എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒരു സെൻറ്ററിലെ പോലും അവിടെയുള്ള ഒരു സ്റ്റാഫ് പോലും എന്നോട് മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തിട്ടില്ല. എല്ലാ രീതിയിലും ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. സെൻറ്ററുകളിൽ പോകുന്ന കാര്യങ്ങളിലാണെങ്കിലും, ഇപ്പോൾ ഈവൻ പാലായിലാണെങ്കിൽ പോലും ഞാൻ ഏതൊരു കാര്യത്തിലും എനിക്ക് ഇവിടുത്തെ സിസ്റ്റത്തിന് ഒരു കുറ്റവും പറയാനില്ല. അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അക്കോമഡേഷൻ എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് പോകുന്നത് ശരിക്കും ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് മാനേജ്മെന്റ് കൊണ്ട് തന്നെയാണ് അല്ലേ? അപ്പൊ സാറേ, നമ്മള് ഇപ്പൊ സാറ് ഇപ്പം ബാക്കിയുള്ള സ്റ്റാഫ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്കറിയാം ഇവിടെ മെന്റേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെന്റ്, അതായത് അധ്യാപകരൊഴികെ ബാക്കി എല്ലാവരും പല രീതിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവരുമൊക്കെ ആയിട്ടുള്ള സാറിന്റെ ഒരു പരിചയം, സാറിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയൊക്കെയാണ്? ഇതിപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് മാത്രമാണ് സഹകരിച്ച് പോകുന്നെങ്കിൽ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യില്ല. എല്ലാ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ടും പരസ്പരം നമ്മൾ ഇൻട്രാക്ട് ചെയ്തും നമ്മൾ ആശയങ്ങൾ കൈമാറിയും അങ്ങനെ നമ്മൾ സഹകരിച്ച് പോയെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മെൻറ്റേഴ്സ് ആണെങ്കിലും മെൻറ്റേഴ്സ് എല്ലാ തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മളൊരു ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവർ അറേഞ്ച് ചെയ്യുകയും ആ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കി തരികയും ചെയ്യും. അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ നേരെ സ്റ്റാഫ് റൂമിൽ നിന്ന് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കയറി ക്ലാസ് എടുക്കാം. അവിടെ ഒരു ലാഗ് ഉണ്ടാകുന്നില്ല, നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല. അതെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ കൺട്രോളേഴ്സ്, അത് വലിയൊരു വിഭാഗമാണ്. കാരണം അവർ ചെയ്യുന്ന വർക്ക് ഭയങ്കരമാണ്. കാരണം നമ്മുടെ ഇവിടെയുള്ള പല സീനിയർ കൺട്രോളേഴ്സും അവർ വീട്ടിൽ പോലും പോകുന്നത് രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെയാണ്. അത്രയും സമയം, രാവിലെ 8 മണി തൊട്ട് രാത്രി 12 മണി വരെ 11 മണി വരെയൊക്കെ ഈ ബ്രില്യൻറ്റിന് വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുകയാണ്. അത് നമുക്ക് ഒരിക്കലും കാണാതെ പോകാൻ പറ്റില്ല. കാരണം അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാടിൻ്റെയും അല്ലെങ്കിൽ ആത്മാർത്ഥതയുടെയും റിസൾട്ടാണ് ഇന്നത്തെ ബ്രില്യൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുക. ഇതിനെല്ലാം മുന്നോടിയായിട്ട് നമ്മുടെ ഡയറക്ടേഴ്സ് അവർ കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ. ഇപ്പോൾ നമുക്ക് 4 ഡയറക്ടേഴ്സ്, ഇവർ 4 പേരും 4 സ്ട്രോങ് പില്ലേഴ്സാണ്. കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളെല്ലാം താഴേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എനിക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ഉള്ളത്, നമ്മുടെ ഡയറക്ടേഴ്സ് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയുന്ന കാര്യം നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ഇത് അവർ പറഞ്ഞത് എങ്ങനെയാണോ അത് അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ജോർജ് സാറൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ജസ്റ്റ് അതെങ്ങനെ സംഭവിക്കും, അതങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ അതൊരു 99.9% അത് അങ്ങനെ ഫൈനലി സംഭവിക്കും.
അത് എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവർ ഓരോ കാര്യങ്ങൾ അവർക്ക് എത്രമാത്രം ദീർഘവീക്ഷണം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. കാരണം നമ്മൾ വളരെ ഷോർട്ട് ടൈമിൽ കാണുന്ന പല കാര്യങ്ങളും ഇവർ വലിയ ലോങ് ടൈമിലേക്കാണ് ഇവരുടെ വിഷൻ എന്ന് പറയാം. ഭയങ്കര വലിയൊരു വിഷനറിയാണ് ഇവരെല്ലാം. ആ ഒരു വിഷൻ്റെ ഒക്കെ റിസൾട്ട് ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ബ്രില്യൻറ്റും അല്ലെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാ സംവിധാനങ്ങളും. കാരണം അവർ നൽകുന്ന ആ ഡയറക്ഷൻസ് നമ്മുടെ കൺട്രോളേഴ്സിലൂടെ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ബാക്കി നമ്മുടെ ഫാക്കൽറ്റിയുടെ ഇടയിലേക്കും അതുപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെ ഇടയിലേക്കും കുട്ടികളുടെ ഇടയിലേക്കും എല്ലാം വളരെ എഫക്റ്റീവായിട്ട് ഇത് എത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലൊരു സിസ്റ്റം വേറെ എവിടെയും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സാറ് ഇപ്പം കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ബ്രില്യൻറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് തന്നെ സാർ ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ സാർ ഇവിടെ ഒരു ടൈം ടേബിൾ സെഷൻ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് സാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് ആ ഒരു ടൈം ടേബിൾ സെക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുള്ളത്? ടൈം ടേബിൾ സെക്ഷൻ ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ശരിക്കും അത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു സെക്ഷൻ തന്നെയാണ്. കാരണം ഒരു ക്ലാസ്സിൽ പോലും അധ്യാപകൻ ഇല്ലാത്തത് കൊണ്ട് ക്ലാസ് മുടങ്ങിയ ഒരു ചരിത്രം എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഇവിടെ ഉണ്ടായിട്ടില്ല. അധ്യാപകൻ്റെ ഷോർട്ടേജ് മൂലം അല്ലെങ്കിൽ അധ്യാപകരെ കിട്ടാത്തത് മൂലം ഒരു ക്ലാസ് മുടങ്ങിയതായിട്ട് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇത്രയും ബാച്ചുകളുണ്ടെങ്കിലും ഈ ടൈം ടേബിൾ സെക്ഷൻ അത് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത്ര ആൾക്കാരെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. ഒരിക്കൽ പോലും ഒരു ക്ലാസ്സിൽ 2 അധ്യാപകർ വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു ക്ലാസ്സിൽ പോലും മറ്റൊരു അധ്യാപകൻ മാറി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു ക്ലാസ്സിൽ പോലും അധ്യാപകൻ ഇല്ലാതെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാ ക്ലാസ്സുകളിലും കറക്റ്റ് ടൈം വെച്ചിട്ട് അധ്യാപകരെ എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ടൈം ടേബിൾ സെക്ഷൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ടൈം ടേബിൾ സെക്ഷൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ ടൈം ബൗണ്ടായിട്ട് തന്നെ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ ഒരു ചാപ്റ്റർ ഞാൻ ഏത് ക്ലാസ്സിൽ എത്ര മണിക്കൂർ എവിടം വരെ എടുത്തു എന്ന് എന്നേക്കാളും നന്നായിട്ട് അവർക്ക് അറിയാമെന്നുള്ളതാണ്. നമ്മളൊരു ക്ലാസ്സിൽ കയറി അടുത്ത ദിവസം എനിക്ക് ഇനി ആ ക്ലാസ്സിൽ എത്ര ടൈമുണ്ട്, ഞാൻ ഏത് ചാപ്റ്ററാണ് എടുക്കുന്നത്, അതുപോലെ ഇവിടെ ഇത്രയും അധ്യാപകരുടെ കേസിലും അവരത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട്. അധ്യാപകരെ വളരെ കൃത്യമായിട്ട് സെൻറ്ററുകളിലേക്കാണെങ്കിലും നമ്മുടെ പാലായിലെ ബാക്കി ക്ലാസ് റൂംസിലേക്കാണെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് അധ്യാപകരെ കറക്റ്റ് ടൈമിൽ തന്നെ വളരെ ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കൃത്യമായിട്ട് അവരെ എത്തിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സാർ പറഞ്ഞ ഈ കാര്യം തന്നെ എനിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് തന്നെ അത്ഭുതം തോന്നും എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഈവൻ നമ്മൾ മറന്നു പോയാലും അവർക്കത് കറക്റ്റ് ഐഡിയ ഉണ്ട് എത്ര അവറാണ് നമ്മൾ ക്ലാസ് എടുത്തത് എന്നുള്ളത്. അപ്പൊ ശരിക്കും ടൈം ടേബിൾ സെഷൻ എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന മെന്റേഴ്സിന്റെ ആണെങ്കിലും കോർഡിനേറ്റേഴ്സിന്റെ ആണെങ്കിലും ടൈം ടേബിൾ സെഷന്റെ ആണെങ്കിലും ദെൻ നമ്മുടെ ടീച്ചേഴ്സ് ഫാക്കൽറ്റി ഗ്രൂപ്പിലാണെങ്കിലും എല്ലാവരും ഒരേപോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഫലം തന്നെയാണ് ബ്രില്യൻറ്റിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ സാറിന് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ബ്രില്യൻറ്റിനൊപ്പം നമ്മുടെ സ്റ്റുഡൻസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായി മുന്നോട്ട് പോകാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.